participants, thank you. We'll see you tomorrow at the same time. Good night. Dr. Mariamma John, you are welcome to moderate Malayalam session. Thank you. നന്ദി അജിന ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFHന്റെ 1939 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദ്, BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ റിജീസ് ഹെൽത്ത് കെയർ, കാട്ടാക്കട, തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷന്റെ മുൻ പ്രൊജക്ട് കോർഡിനേറ്റർ, 14 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. വിളർച്ച ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് റിജി റഷീദ് ഡോക്ടറിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറിയാമ്മ ഡോക്ടറെ ഞാൻ ഹോസ്റ്റ് ആക്കുവാണേ. റിജി ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? റിജി ഡോക്ടർ ക്ലാസ് തുടങ്ങാം. ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. നമ്മള് വിളർച്ചയും ഹോമിയോപ്പതിയും എന്നുള്ള ആ ഒരു ടോപ്പിക്കിലാണ് ഇന്നുള്ളത്. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. മീൻസ് നമുക്കറിയാം വിളർച്ചയുടെ ഇമ്പോർട്ടൻസ് അറിയാൻ കാരണം കേരള ഗവൺമെന്റിന്റെ നിരവധി പ്രോജക്ട്സ് റൺ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയും നിരവധി പ്രോജക്ട്സ് റൺ ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. ക്ലിനിക്കൽ ആസ്പെക്റ്റില് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചില കേസസ്, എക്സാമ്പിളിൽ നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഫാറ്റി ലിവർ ഉള്ള കേസസ് ഉണ്ട്. ഗ്രേഡ് 1, 2, 3 അല്ലെങ്കിൽ ഫൈബ്രോസിസ്, സിറോസിസ് എന്ന് പറഞ്ഞു വരുന്ന കേസസ് ഉണ്ട്. അതിൽ നമുക്ക് HB കൂടുന്നതും അതുപോലെ തന്നെ കുറയുന്നതുമായിട്ടുള്ള കേസസ് കിട്ടാറുണ്ട്. അപ്പൊ ഈ HB കുറഞ്ഞു വരുന്നു, ആ വരുന്ന ആൾക്ക് ഡയബറ്റിസ് കൂടെ ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഡയബറ്റിസ്, മാഡം ഓഡിബിൾ ആണോ? അതെ, കേൾക്കാം. ഓക്കെ, ഡയബറ്റിസ് കൂടെ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ആ ഡയബറ്റിസ് ഉള്ള, അതായത് ഫാറ്റി ലിവറിന്റെ ഡിഫറെന്റ് ഗ്രേഡ്സിലുള്ള പേഷ്യന്റ് അലോങ് വിത്ത് ഡയബറ്റിസ്, അവർക്ക് HB കുറവാണെന്ന് വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഡയബറ്റിക് അല്ല, പക്ഷെ അവർക്ക് ഇപ്പൊ ഹൈപ്പർ കൊളസ്ട്രീമിയ ഉണ്ട്. അങ്ങനെ അല്ല എങ്കിൽ അവർക്ക് വന്നിട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ അവർക്ക് HB കുറവാണെന്ന് വെക്കണം. അതുപോലെ ഇപ്പൊ യൂട്രൈൻ ഫൈബ്രോയിഡ് വരുന്ന കേസസിൽ, നല്ല ഹെവി ബ്ലീഡിങ് വരുന്ന കേസസിലും നമുക്ക് ഈ പറഞ്ഞ പോലെ റെഗുലർ ആയിട്ട് കിട്ടുന്നതാണ്. HB കുറഞ്ഞ കേസസ് നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് PCOD കേസസിൽ വന്നിട്ട് നമുക്ക് എന്താ പറയാ, അമിനോറിയ ഉള്ള കേസസിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ അമിനോറിയ കേസസ് കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് ഇവിടെ HB പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ വരുന്ന ക്ലിനിക്കിൽ വരുന്ന കേസസിൽ ചൊറിച്ചിലായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. പല തരത്തിൽ ചൊറിച്ചിലായിട്ട് വരുന്ന പേഷ്യൻസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ നമ്മള് കേസ് എടുക്കുന്നു, അതിപ്പോ അക്യൂട്ട് ആയാലും ക്രോണിക് ആയാലും നമ്മൾ കേസ് എടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മള് എന്താ പറയാ, ഇന്റേണൽ മെഡിക്കേഷൻസും എക്സ്റ്റേണൽ മെഡിക്കേഷൻസും കൊടുക്കുന്നു. നമ്മൾ ഡയറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ HB വാല്യൂ എത്രയാണെന്ന് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഡൈ അലർജി വന്നിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാറുണ്ട് ക്ലിനിക്കിൽ. അപ്പൊ ഒരു 60+ ഉള്ള ഒരു അങ്കിൾ വന്നിട്ട് 64 or 65 ആണ്. പുള്ളി വന്നിട്ട് ഡൈ അലർജിക്ക് മരുന്ന് വാങ്ങാൻ വന്നതാണ്. പക്ഷെ പുള്ളിയുടെ ഒരു പ്രസന്റേഷൻ വന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഇങ്ങനെ എന്താ പറയാ, പുഴു എഴയുന്ന പോലെ ഇങ്ങനെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചൊറിച്ചിലാണ്, എനിക്ക് എപ്പോഴും ചൊറിച്ചിലാണ്. അതങ്ങനെ പ്രത്യേകിച്ച്, അതായത് ഡൈ അടിക്കുമ്പോൾ നല്ലപോലെ ചൊറിച്ചിലുണ്ട്, അല്ലാത്ത സമയത്തും എനിക്ക് ഇങ്ങനെ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്ന കേസാണ്. അപ്പൊ ഞാന് അപ്പൊ ഉപയോഗിക്കുന്ന ഡൈ ചോദിച്ചു. അപ്പൊ പല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഡൈസും പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ ഹോമിയോയിലും അത്യാവശ്യമുള്ള എല്ലാ ബ്രാൻഡിന്റെ ഡൈയും പുള്ളി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ റുട്ടീൻ എക്സാമിനേഷൻ, നമ്മൾ ആ ഒരു ഏജ് ക്രോസ് ചെയ്ത് വരുന്നവർക്ക് റുട്ടീൻ എക്സാമിനേഷൻ എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ആ വകയിൽ നമ്മൾ വിടുമ്പോൾ പുള്ളിയുടെ HB വന്നിട്ട് 7 ആയിരുന്നു. അപ്പൊ പുള്ളി വന്നിട്ട് ക്രോണിക് ഡയബറ്റിക്സ് ഉള്ളൊരു പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ
ഒന്നും അങ്ങനെ സീരിയസ് സെഡൻറ്ററി ലൈഫാണ്, അങ്ങനെ ആരും നോക്കാനില്ല പറയാനില്ല, പൈസയുണ്ട് പക്ഷെ അങ്ങനെ ആരും നോക്കാനില്ല പറയാനില്ല, അങ്ങനത്തെ ഒക്കെ ആ ഒരു ലൈഫ് സ്റ്റൈലാണ്. അങ്ങനെ ഇതുപോലെ പല പല കേസസ് ഉണ്ട്. ആ കേസസിന്റെ മാനേജ്മെന്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആക്ച്വലി അനീമിയ പറയുമ്പോൾ നമുക്കറിയാം ഹീമോഗ്ലോബിൻ കുറയുന്നത് അല്ലെങ്കിൽ RBC ലോ ആവുന്നതാണ് അനീമിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും സിഗ്നിഫിക്കൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സമ്മറി, ഒരു റീക്യാപ്പ് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ നമുക്കറിയാം അനീമിയ എന്താണ്, വളർച്ച എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നമ്മൾ ടൈപ്സ് നോക്കുമ്പം ഏറ്റവും ആദ്യം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രീഷണൽ അനീമിയാസ് ആണ് നമ്മൾ മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അതിനകത്തും നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കേസ് എടുക്കുമ്പം നമ്മൾ മണിക്കൂറുകളോളം കേസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഒരു കാഷ്വൽ ടോക്ക് പോലെ ഞാൻ അതിനിടയിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റിന് അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ള ഇടയിൽ തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്നലെ ഒരു ദിവസം എന്തൊക്കെ കഴിച്ചു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഈവനിങ്ങിൽ വരുന്ന കേസസ് ആണെങ്കിൽ ഇന്നൊരു ദിവസം എന്തൊക്കെ കഴിച്ചു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മെല്ലെ അടുത്തതിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ നമ്മൾ ഈ ചോദിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു, എന്റെ ഈ കുറെ കാലത്ത് ഒരു ഇതിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദേ ആർ ടേക്കിംഗ് ഫുഡ്. അതായത് ഇഡലി എടുക്കുന്നുണ്ട്, അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, ചോറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മീൻസ് എന്താ പറയാ ജങ്ക് ഫുഡ് ഉണ്ട്, ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, സ്നാക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ വന്നിട്ട് അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ മിക്കവാറും പേര് പറയാന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിക്കറിയും, ദോശയും കടലക്കറിയും, അല്ലെങ്കിൽ ദോശയും ചമ്മന്തിപ്പൊടിയും, അല്ലെങ്കിൽ ദോശയും ബീഫും, അല്ലെങ്കിൽ ചിക്കൻ വാട്ട് എവർ ഇറ്റ് ഈസ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കറികൾ അതൊക്കെ എടുക്കാറുണ്ട്. പിന്നെ വൈകിട്ട് ഇങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ ചായ രാവിലെ വൈകിട്ട്, അങ്ങനെ പല പല കേസസ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വീണ്ടും നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ, മുരിങ്ങയില കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ ചീര കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ ചെറുപയർ കഴിക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഡോക്ടർ എല്ലാ ദിവസവും ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുക. അവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആ ഒരു വെരി ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് തന്നെ അവർ എന്ത് അസുഖത്തിന് വന്നൊരു പേഷ്യന്റ് ആണെങ്കിലും നമുക്ക് അവരെ ഈ അനീമിയ ബേസിസിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ എന്താന്ന് വെച്ചാല് നമ്മളപ്പോ ചോദിക്കുക, നിങ്ങൾ അതായത് അവർ നന്നായിട്ട് ഫുഡ് എടുത്തിട്ട് അവർക്ക് അബ്സോർപ്ഷൻ കിട്ടാത്തതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പിക്കണമല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ മേ ബി ദേ ആർ ടേക്കിംഗ്, ഇപ്പം ചീരയൊക്കെ ഡെയിലി എടുക്കുന്ന ആൾക്കാരായിരിക്കാം, പക്ഷെ അവരൊരു ചെറിയൊരു എമൗണ്ടിലായിരിക്കും അവരെടുക്കുക. അവർക്ക് ആവശ്യമുള്ള എമൗണ്ടിൽ അവർ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ഇല്ല എന്നുള്ള ഉത്തരമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അളവ് കാൽക്കുലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്കത് ഇല്ല എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടുക. അതുമാതിരി തന്നെ ഈന്തപ്പഴത്തിന്റെ കാര്യം, നമ്മൾ ഡേറ്റ്സ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡേറ്റ്സ് എടുക്കാറുണ്ട്, ഡോക്ടർ എല്ലാ ദിവസവും എടുക്കാറുണ്ട്, വീട്ടിലെല്ലാം ഉണ്ട്, കഴിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ, കുട്ടികൾ കഴിക്കുന്നില്ല, നമ്മൾ ആവശ്യം പോലെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയാറുണ്ട്. അവിടെയും വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ക്വാളിറ്റി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. നമ്മള് എത്ര കഴിക്കുന്നു എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര എടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവർക്ക് അവർ അവയർനെസ് കൊടുക്കുക, നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളൊരിത്. അനീമിയ പറയുമ്പം എനിക്ക് എപ്പോഴും ഞാൻ മറന്നുകൂടാത്തൊരു കാര്യമാണ്, അതായത് എള്ളുണ്ട ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു എള്ളുണ്ടയുടെ കാര്യമല്ല പറയണത്. നമ്മുടെ ക്ലിനിക്കിൽ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ആന്റിയെ വെച്ച് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യണുണ്ട്. അതായത് വളരെയധികം സന്തോഷത്തോടു കൂടി പറയാണ്, എന്താ പറയുക, ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീ സംരംഭകത്വം, അതായത് മറ്റൊരാൾക്ക് എനിക്ക് അതുവഴി നല്ലൊരു ഇൻകം ഇപ്പൊ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്ന കോമ്പിനേഷനിലാണ് ആക്ച്വലി ഷീസ് പ്രിപ്പയറിങ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാല് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ മാതിരി ആളിന്റെ പ്രായം, ആ ആളിന്റെ കോമോർബിഡാലിറ്റീസ്, പിന്നെ കറന്റ്ലി ഉള്ള ഡിസീസസ്, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള, അതായത് വെൽനെസ് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്, കോസ്മെറ്റിക് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് മാറി മാറി ചേഞ്ച് ചെയ്ത് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് അതിൽ വരുന്നൊരു വ്യത്യാസം. അപ്പൊ നമുക്ക് ഇപ്പൊ ന്യൂട്രീഷണൽ അനീമിയാസ് നമ്മൾ പറയുമ്പോൾ ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ്. നമുക്കറിയാം, നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതാണ്.
അപ്പം അവരുടെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നു പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അപര്യാപ്തമായ ഒരു ഡയറ്റ്, പുവർ ഡയറ്റ് വരുന്ന ആൾക്കാർക്ക്, പിന്നെ അതുപോലെ തന്നെ വേം ഇൻഫെസ്റ്റേഷൻ ഉള്ള ആൾക്കാർക്ക്, പിന്നെ ഹെവി ആയിട്ടുള്ള മെൻസ്ട്രേഷൻ വരുന്ന ആൾക്കാർക്ക്. അപ്പൊ നമ്മള് ഇതിനകത്ത് ഈ വേം ഇൻഫെസ്റ്റേഷന്റെ കാര്യം പറയുമ്പോൾ കുട്ടികളെ നമുക്ക് കിട്ടാറുണ്ട്. കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ മുഖത്ത് ഈ പാടൊക്കെ വെള്ളപ്പാടൊക്കെ ആയിട്ട് വരുന്നത്, അത് എല്ലാ വെള്ളപ്പാടും നമുക്ക് തേമലായിരിക്കണമെന്നില്ല. അത് ടിപ്പിക്കലി നമ്മൾ ആ കുട്ടീന്റെ അന്നത്തെ ഒരു ഡെയിലി റുട്ടീൻ, അല്ലെങ്കിൽ നമ്മൾ പിറകിലേക്ക് പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവാറുണ്ട്. അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും വേം ഇൻഫെസ്റ്റേഷൻസും വേംസ് പുറത്തേക്ക് വരുന്നതുമായിട്ട് ഒരു 74 or 75 ഏജുള്ള ഒരു ആന്റി ഉണ്ട്. ഫാറ്റി ലിവറും അതുപോലെ തന്നെ അവർക്ക് വന്നിട്ട് അംബ്ലിക്കൽ ഹെർണിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ വേം ഇൻഫെസ്റ്റേഷൻ അവർക്ക് നല്ലപോലെ ഉണ്ട്. വേം ഇങ്ങനെ നന്നായിട്ട് പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മള് അവർക്ക് സിനാട്ട് എണ്ണം കൊടുത്തു. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അല്ല, അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് HB വന്ന് ഇത് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ HB താഴ്ന്നു പോകുന്നത് 7 താഴെ ആയാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാ ആൾക്കാർക്കും നമുക്കറിയാലോ. പിന്നെ വന്നിട്ട് പിന്നെ കറണ്ട് സെനാരിയോ അനുസരിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന കുറെ ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെയും ഒരു റിസ്ക് എടുക്കാൻ പറ്റാറില്ല. അപ്പൊ നമ്മള് റെഫർ ചെയ്യേണ്ട കേസസ് കൃത്യമായിട്ട് റെഫർ ചെയ്യാം. പക്ഷെ ഈ കേസിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ഞാൻ അവരെ റെഫർ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അവിടെ നിന്ന് കൊടുത്തത് ഡെക്സോറഞ്ചിന്റെ സിറപ്പ് ആണ് കൊടുത്തത്. അപ്പൊ ഡെക്സോറഞ്ച് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവരുടെ ആ ഒരു കണ്ടീഷനിലും അവരിയ്ക്കുന്ന ആ ഒരു സ്റ്റേജിലും ഡെക്സോറഞ്ച് വർക്ക് ചെയ്യില്ല. അത് ഡെക്സോറഞ്ച് നമുക്കറിയാം പണ്ട് മുതലേ ഉള്ള ക്യാപ്സ്യൂളാണ്. ഇപ്പം ഒരുപാട് ഡെക്സോറഞ്ച്, ഹിമപ്പ്, അങ്ങനെ കുറെ ഇത് അവർക്കും ഉണ്ട്, നമുക്കും അതുപോലെ തന്നെ. പിന്നെ അത്യാവശ്യം ടോണിക്സ്, അത് ജർമ്മൻ ടോണിക്സിന് കുറച്ചുകൂടെ കോസ്റ്റ് കൂടും. അല്ലാതെ ഇന്ത്യൻ ടോണിക്സ് നമുക്ക് ആവശ്യം പോലെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെ ടോണിക്സിന് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഭയങ്കരമായ മധുരം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില പേഷ്യൻസ് അത് കംപ്ലൈന്റും പറയാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രകാശം അവരുടെ വന്നിട്ട് ഇത് മധുരം ഇല്ലാത്ത ടോണിക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വരുന്നൊരു കേസ് എന്ന് പറഞ്ഞാല് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ഇടും. അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ആ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയും, അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മളത് കൃത്യമായിട്ടും ഇപ്പം നമ്മൾ നോർമലി ഹീമോഗ്ലോബിൻ എന്നുള്ളതിൽ മാത്രം നിൽക്കാതെ അയൺ പ്രൊഫൈലും ഫെററ്റിനും അതുപോലെ ഓരോ ലെവൽസും താഴുന്നതും അല്ലെങ്കിൽ മേലേക്ക് കയറുന്നതും അതിന്റെ വാല്യൂസും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും കൂടെ നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാര്യം ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അലോപ്പതിക് ഹോസ്പിറ്റൽ, അത്യാവശ്യം അറിയപ്പെടുന്നതെന്നല്ല, ഞങ്ങളുടെ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ടേർഷ്യറി, ഇൻക്ലൂഡിങ് ടേർഷ്യറി കെയർ ഉള്ള ഹോസ്പിറ്റലുണ്ട്. പിന്നെ അല്ലാതെ നോർമലി ഉള്ള 1-2 ഹോസ്പിറ്റൽസും ഉണ്ട്. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ 100% അഭിമാനമാണ്. കാര്യം പേഷ്യൻസ് പറയാറുണ്ട്, ഞങ്ങൾ ഇത്ര നാളായിട്ട് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഗൈനക്കിനെ കാണിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ലിവർ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഓങ്കോളജിസ്റ്റിനെ കാണിച്ചു, സൈക്കാട്രി കാണിച്ചു, പക്ഷെ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ താഴുന്നത് എന്ന് പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ എനിക്ക് കൂലിപ്പണിയാണ്, എനിക്ക് വർക്ക്ഷോപ്പിലെ ജോലിയാണ്, ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഇംഗ്ലീഷും അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് എന്തുകൊണ്ട് ഇത് താഴ്ന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരു ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ 100% അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുവാണ്, നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് വെദർ ഇറ്റ് ഈസ് എ ലിറ്ററേറ്റ് ഓർ ഇല്ലിറ്ററേറ്റ്, ഇറ്റ്സ് അവർ ഡ്യൂട്ടി ആൻഡ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അതായത് നിങ്ങളുടെ അസുഖം എന്താണ്, ആ അസുഖം നമ്മളും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർക്ക് ആര് പറഞ്ഞു കൊടുക്കും? ഒന്ന്, ആ അസുഖം നിങ്ങൾക്ക് എങ്ങനെ വന്നു, ആ അസുഖത്തിൽ നിന്ന് നിങ്ങൾ എത്ര ഇപ്പൊ നമുക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല എങ്കിൽ പോലും ഒരു മോർ ദാൻ 80% അല്ലെങ്കിൽ ഒരു 70 to 80% നമുക്ക് ബ്ലഡ് ടെസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും. കേസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്ര മാസം നീണ്ടു നിൽക്കും, ഇപ്പൊ 3 months ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ 6 months ട്രീറ്റ്മെന്റ് എന്ന് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കാറുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ വേരിയേഷൻസ് വന്നാൽ പോലും അവരത് ബിയർ ചെയ്യാൻ തയ്യാറായിരിക്കും. ബിക്കോസ് അവർക്ക് നമ്മളടുത്ത് ഉണ്ടാവുന്ന ആ ഒരു ട്രസ്റ്റ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാല്
ഇപ്പം HB അതായത് ഹീമോഗ്ലോബിൻ ലെവലിലെ ഡിഫറൻസ് കൊണ്ട് ആണെന്ന് തന്നെ വെക്കണം. അതിനകത്ത് വരുന്ന ഇപ്പൊ സ്കിൻ കംപ്ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലും ആ വെരി ഫസ്റ്റ് ഡേ നമുക്ക് ആ സ്കിൻ കംപ്ലൈന്റ് കിട്ടുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക. ആ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നതിന് ഗുണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ വെരി ഫസ്റ്റ് മൊമെന്റ് നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പേഷ്യന്റിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നത് എന്നൊരു ഫീല് അവർക്കുണ്ടാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് കേസസ് വരുമ്പോ ഹോമിയോപ്പതി അല്ലേ ആദ്യം കുറച്ച് കൂടിയിട്ടേ കുറയുള്ളൂ. ഇത് ടിപ്പിക്കലി ഇത് അതായത് എവിടെ പോയാലും ഇത് അവർ കേട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പം വിളർച്ചയുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് സ്കിൻ കംപ്ലൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് മാറിയില്ല എങ്കിൽ പോലും നമ്മൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ വീക്ക്ലി റിവ്യൂലോ അല്ലെങ്കിൽ 2 വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ അവർ വരുമ്പോ സോ വി ആർ കോൺഫിഡന്റ് ബിക്കോസ് നമ്മളത് കാണിക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് മാറിയില്ല എങ്കിൽ പോലും ഡെഫിനറ്റ്ലി നമുക്ക് ആ ഡിഫറൻസസ് ഈ ഫോട്ടോസിലെ ഡിഫറൻസസ് നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഇപ്പം ഇന്ന് OP-യിൽ വന്നൊരു കേസ് ലാസ്റ്റ് വീക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കേസ് ഒരു 30 years ആയിട്ടുള്ള ഒരു മെയിലാണ്. അപ്പം പുള്ളിക്കാരൻ വന്നിട്ട് അമിതമായ ക്ഷീണമാണ് പുള്ളിയുടെ കംപ്ലൈന്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഷണ്ടി ചെറുതായിട്ടുണ്ട്. അപ്പം കഷണ്ടിയുടെ മരുന്ന് വാങ്ങാൻ വന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പുള്ളിനെ നോക്കുമ്പോൾ പുള്ളി യങ് ആണ്, പക്ഷെ ഭയങ്കര ഓൾഡ് ലുക്കിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ കഥ ചോദിച്ചു വരുമ്പോ അങ്ങനെ പുള്ളിക്ക് ഒരു അമിതമായ ക്ഷീണം വരേണ്ട ഒരു ജോലിയോ ചുറ്റുപാടോ ഇല്ല. പിന്നെ ഒരു കുഞ്ഞിന് എന്തോ കിഡ്നിയുടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ബൈ ബർത്തിലേ ഉള്ള ഇഷ്യൂ ആണ്. അപ്പൊ അത് പുള്ളിക്ക് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഓക്കെ. അല്ലാതെ വന്നിട്ട് അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കും, ആക്ച്വലി പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് അംഗീകരിക്കാനുള്ള പുള്ളിയുടെ ഒരു മടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പുള്ളി നമ്മൾ വീണ്ടും ചോദിക്കുമ്പോഴും പിന്നെ ഈ ഡയബറ്റിസ് വന്നിട്ട് അത് റിവീൽ ചെയ്യാൻ പുള്ളി തയ്യാറല്ല. അത് എന്തോ ഒരു കുറവായിട്ടും പുള്ളി അത് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പുള്ളിനോട് വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ HbA1c വന്നിട്ട് 7 or 8 അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. കുറച്ചുനാൾ അലോപ്പതി മരുന്ന് കഴിച്ചു. പിന്നെ ആ മരുന്ന് സ്ഥിരമായി കഴിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഞാനത് ഒഴിവാക്കി. അപ്പൊ ഇവിടെ കൊള്ളാം, കുഴപ്പമില്ല എന്ന് എൻ്റെ ഒരു കസിൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മരുന്ന് വാങ്ങാൻ വന്നതാണ്. ഓക്കെ, അപ്പൊ ഞാന് പിന്നെ നമ്മള് FBS VPS വിടുമ്പോൾ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്കറിയാം തലേ ദിവസത്തെ ഭക്ഷണം അല്ലെങ്കിൽ അന്ന് രാവിലത്തെ ഭക്ഷണം, അവരുടെ മാനസികാവസ്ഥ, ബാക്കി കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത് തുടക്കത്തിന് മരുന്ന് വാങ്ങാൻ വരുന്ന കേസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും പൈസ ഉള്ള ആൾക്കാരാണെങ്കിലും പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ വളരെ നിർബന്ധപൂർവ്വം സ്ട്രിക്റ്റ് ആയിട്ട് HbA1c ചെക്ക് ചെയ്ത് ആ റിസൾട്ട് കാണിക്കണം എന്ന് പറയുന്നതാണ് നമ്മളൊരു സേഫർ സോണും നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിനും അതാണ് നല്ലത്. ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരാള് നമ്മുടെ അടുത്ത് 8 ആണെന്ന് പറഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ 9 ആണെന്ന് പറഞ്ഞ് വരുന്നു. പക്ഷെ അയാളുടെ കയ്യിലുള്ള റിസൾട്ട് ഒരു 6 മാസം മുമ്പ് ചെക്ക് ചെയ്തതോ 3 മാസം മുമ്പോ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തോ റിസൾട്ട് ആയിരിക്കാം. കറന്റ്ലി നമ്മളോട് അയാൾ വന്ന് വർത്താനം പറയുന്ന സമയത്ത് മേ ബി അയാളുടെ HbA1c ചിലപ്പോൾ 12 ആയിരിക്കാം, ചിലപ്പോൾ 11 ആയിരിക്കാം, അങ്ങനെ എത്രയെങ്കിലൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മള് മരുന്ന് കൊടുത്തിട്ട് താഴേക്ക് എത്തുമായിരിക്കും. പക്ഷെ ആ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. എന്താണെന്നറിയാമോ? നമ്മൾ റീസെന്റ് പക്ഷെ സിംറ്റം വൈസ് ഹി മൈറ്റ് ബി ഓക്കെ, അല്ലെങ്കിൽ സിംറ്റം വൈസ് പുള്ളി 100% ഓക്കെ ആയി കാണും. ബട്ട് ഹി വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. പുള്ളി പറയാന്ന് വെച്ചാല് ഞാന് അന്ന് നോക്കിയപ്പോ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ അത് താഴ്ന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് എത്തും. അപ്പൊ നമ്മളെ കാണാൻ വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ പറയുന്ന, അതായത് നമ്മളാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ഫോർ ദെയർ സേക്ക് ആണ്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് വേണ്ടിയാണ്, അവരുടെ വെൽനെസ്സിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ അത് പറയാം. ഇനി അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കാൻ അല്ലെങ്കിൽ നമ്മൾ USG വിടുമ്പോൾ അത് ചെക്ക് ചെയ്യാൻ ഇപ്പം 2 അതായത് മീൻസ് പല എക്കണോമിക് സ്ട്രാറ്റയിൽ നിന്നുള്ള പേഷ്യൻസ് ആണല്ലോ നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പൊ നമ്മൾ അതനുസരിച്ച് അവർക്ക് അതിന് പറ്റിയ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒന്നാമത്തെ കാര്യത്തിൽ പറഞ്ഞു അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അതിനകത്ത് വരുന്ന ബ്ലഡ് പിക്ചർ എന്ന് പറഞ്ഞാൽ മൈക്രോസൈറ്റിക് ആയിരിക്കും, ഹൈപ്പോക്രോമിക് ആയിരിക്കും. അത് അങ്ങനെ തന്നെ നമുക്ക് എഴുതി തന്നെ ആയിരിക്കും കിട്ടുക.
അപ്പൊ ഈ ഹെവി മെൻസ്ട്രേഷന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാല് ഒരു 40 അല്ലെങ്കിൽ ഒരു 38-40 ഇപ്പൊ കുറച്ചുകൂടെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വരുന്ന കേസസിൽ ദിവസങ്ങളോളം ഹെവി ക്ലോത്ത്സ് പൊക്കോണ്ടിരിക്കുന്ന കേസസ് ആയിരിക്കും. പക്ഷെ അവരെ ആരോ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഇങ്ങനെയാണ് മാസം മുറ നിൽക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഒരു ദിവസം അതങ്ങ് ഇല്ലാതാവും. അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ ആയിരുന്നു എന്നുള്ള ആ ഒരു ഫീലിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് റൂൾ ഔട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് കിട്ടുന്ന കേസ് ആണെങ്കിൽ നമ്മൾ HBക്ക് മരുന്ന് കൊടുക്കാൻ ഇറ്റ്സ് ഓക്കെ, ഫസ്റ്റ് വീക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. പക്ഷെ സെക്കൻഡ് വിസിറ്റിൽ ആ പേഷ്യന്റ് വരുന്നതിന് മുമ്പേ URC അബ്ഡോമൻ ഇൻക്ലൂഡിങ് പെൽവിസ് വന്നിട്ട് കൃത്യമായിട്ടും ആ പേഷ്യന്റ് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ അടുത്ത മെഡിസിൻസിലേക്ക് നമ്മൾ പോവാവൂ. പിന്നെ നമുക്ക് പഴയ സ്കാൻസ് കൊണ്ടുവരുന്നവരുണ്ട്, 2 കൊല്ലം 3 കൊല്ലം ഒക്കെ മുമ്പേ പഴക്കമുള്ള. ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ഏത് ഏരിയ ആയിക്കോട്ടെ, നമുക്ക് CT ആണ് എടുക്കേണ്ടി വരുന്നതെങ്കിൽ CT എടുക്കാം, MRI ആണ് എടുക്കേണ്ടി വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ MRI എടുക്കാം. പിന്നെ നമ്മുടെ ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് കട്ട് ബാക്ക് വാങ്ങാറില്ല. അത് ലാബിൽ നിന്നാണെങ്കിലും സ്കാൻ സെന്ററിൽ നിന്നാണെങ്കിലും ഞാൻ കട്ട് ബാക്ക് വാങ്ങാറില്ല. അപ്പൊ വരുന്നവർക്ക് കുറച്ചും കൂടി ഒരു താല്പര്യം എന്താന്ന് പറഞ്ഞാല് അവര് മറ്റു സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നതിനേക്കാളും ആ എമൗണ്ട് അവർക്ക് ഇവിടെ വരുമ്പോൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ ഈ ദിവസം വരെയും കൃത്യമായിട്ട് ഞാനത് ഫോളോ ചെയ്ത് പോവാൻ ഈ ദിവസം വരെ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BP നോക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ 16 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും BP നോക്കാൻ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു പേയ്മെന്റ് വാങ്ങാറില്ല. അപ്പൊ BP നോക്കാൻ വരുമ്പോൾ അവിടെയുള്ളൊരു നമുക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും വരാം, ഹൈപ്പോ ടെൻഷൻ ഉള്ളവരും വരാം. അപ്പൊ ഹൈപ്പോ ടെൻഷൻ ഈ പറഞ്ഞ പോലെ അനീമിയ റിലേറ്റ് ചെയ്തും വരാം. അപ്പം നമ്മൾ എങ്ങനെയാണ് അവരോട് വർത്താനം പറയുന്നത്, ഹൗ വി ആർ നമുക്ക് അപ്പൊ കിട്ടുന്ന ഒരു 30 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ അല്ലെ 100 രൂപ വാങ്ങുന്നവരും ഉണ്ടായിരിക്കാം. അതല്ല അവിടെ കാര്യം എന്ന് പറയണത്. ആ പേഷ്യന്റ് അതായത് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എപ്പോഴെങ്കിലും അവർക്കൊരു ആവശ്യം വരുമ്പോൾ ഉറപ്പായിട്ടും അവർ ആദ്യം ഓർക്കുക നമ്മളെ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി അതല്ല, അവർക്ക് ഏതെങ്കിലും പേഷ്യന്റിനെ അവർക്ക് കിട്ടുവാണ്, അപ്പൊ ഇങ്ങനെ നോക്കാം, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അപ്പൊ അവിടെ ഞാൻ പോയപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. പിന്നെ നമുക്ക് പറയാൻ പിന്നെ വരുന്നത് ന്യൂട്രീഷനിൽ വരുന്ന അടുത്ത പിന്നെ നമുക്കറിയാം പ്രഗ്നൻസി സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ പൈൽസ്, അതായത് ഹെമറോയിഡ്സ്, ഫിഷർ, ഫിസ്റ്റുല ഇങ്ങനെയൊക്കെ വരുന്ന കേസസിലും ഈ പറഞ്ഞ ഓരോ കേസിലെയും ഈ ഒരു അനീമിയ വന്ന് നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ വരാറുണ്ട്. അത് നമുക്കറിയാം. പൂവർ ഇൻടേക്ക് ഉണ്ട്, പ്രഗ്നൻസി ഉണ്ട്, ആൽക്കഹോളിസം ഉണ്ട്. അപ്പൊ നമ്മൾ ബ്ലഡ് പിക്ചർ വരുമ്പോൾ നമുക്ക് അതിൽ കിട്ടുക മാക്രോസൈറ്റിക് എന്നാണ് നമുക്ക് അതിലേക്ക് കിട്ടുക. പിന്നെ അനീമിയ ഡ്യൂ ടു ബ്ലഡ് ലോസിലേക്ക് നമ്മൾ പോവാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ അക്യൂട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ക്രോണിക് ബ്ലഡ് ലോസും ഉണ്ടാവാറുണ്ട്. അക്യൂട്ട് ബ്ലഡ് ലോസ് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രോമ, സർജറി, ഡെലിവറി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് അങ്ങനെ സംഭവിക്കാം. ക്രോണിക് ബ്ലഡ് ലോസ് അനീമിയ വരുന്ന ടൈമിലാണെങ്കിൽ പെപ്റ്റിക് അൾസേഴ്സ് അല്ലെങ്കിൽ പൈൽസ്, മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഇങ്ങനെ വന്ന് അവർ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള അയൺ ഡെഫിഷ്യൻസിയിലേക്ക് പോകാറാണ് പതിവ്. ഈ ഹെമറോയിഡ്സ് ഒക്കെ സ്ത്രീകളിൽ വന്നാലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് അതിങ്ങനെ കുറേ കാലം കൊണ്ടു നടക്കും, എന്നിട്ട് തീരെ പറ്റാതാകുമ്പോൾ വരുന്ന കേസസ് ഉണ്ട്. ഇനി ആണുങ്ങളുണ്ട്. മെയിൽസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അവിടെ കൊള്ളാം, കുഴപ്പമില്ല, കുറയും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ കാണാൻ വരുമ്പോഴത്തേക്കും അയ്യോ ഇത് ലേഡി ഡോക്ടർ അല്ലേ, അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ എങ്ങനെ പറയും? പിന്നെ ഇനിയിപ്പോ അവരോട് പറയുന്ന മാത്രമല്ല, പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കുമല്ലോ, നമ്മൾ പറയുന്നത് പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കുമല്ലോ എന്നുള്ള ആ ഒരു ഫീലിലേക്ക് നമ്മൾ എത്താറുണ്ട്. അവർക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യവുമില്ല. നമ്മൾ ആ ഫസ്റ്റ് ഉള്ള ഒരു ഐസ് ബ്രേക്കിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്താൽ അത് ശരിയാവും. പിന്നെ വരുന്നത് ഹീമോലൈറ്റിക് അനീമിയാസ് വരാറുണ്ട്. അതായത് RBCയുടെ ഡെസ്ട്രക്ഷൻ കൂടുന്നത് കൊണ്ടാണ്. ഇൻക്രീസ്ഡ് ഡെസ്ട്രക്ഷൻ ഓഫ് RBC ആണ് അവിടെ വരുന്നത്. അപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് ഹീമോലൈറ്റിക് അനീമിയാസ് നമുക്ക് കിട്ടാറുണ്ട്. എപ്പോഴും കിട്ടാറില്ല എങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ 1-2 ഒക്കെ കിട്ടാറുണ്ട്. അതായത് തലാസീമിയ കേസസ്, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തന്നെ C6PD ഡെഫിഷ്യൻസി, ഹെറിറ്ററി സ്പിറോസ്ഫൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഈ കിട്ടുന്നതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി ഡയഗ്നോസ് ചെയ്ത് അവരുടെ കയ്യിൽ എല്ലാ റിസൾട്ടോടും കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ കേസസ് ഞാൻ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചതായിട്ട് എനിക്ക് അങ്ങനെ ഒരു കേസ് കിട്ടിയിട്ടില്ല.
വരുന്ന റെഫറൻസിൽ വരുന്ന കേസസ് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അക്യൂർഡ് ഹീമോലൈറ്റിക് അനീമിയാസ് ഉണ്ട്. അക്യൂർഡ് ഹീമോലൈറ്റിക് അനീമിയാസിലും ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് വരുന്ന കേസസ് ഉണ്ട്, മലേറിയ കൊണ്ട് വരുന്ന കേസസ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹീമോലൈസിസ് വരുന്ന കേസസ് ഉണ്ട്. ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹീമോലൈസിസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളടുത്ത് ഒരു പനിക്കോ ജലദോഷത്തിനോ എന്തിനു വരുന്ന പേഷ്യന്റ് ആയിക്കോട്ടെ, അവര് മറ്റെന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ട് എങ്കിൽ അതിന് എന്തെങ്കിലും ആഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലോങ് റണ്ണിലാണെങ്കിലും ഷോർട്ടായിട്ടാണെങ്കിലും, ഇഫ് ദേ ആർ ഹാവിങ് എനി ടൈപ്പ് ഓഫ് സച്ച് ഇതുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും അതും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. ഈ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു കേസാണ്. ആ മോന് വന്നിട്ട് ഒരു 1 ഇയർ ഇല്ല 9 to 11 months ഏതോ ഒരു പ്രായമാണ്. ഈ കഴുത്തിന്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പാച്ചസ് ഉണ്ട്, വൈറ്റ് ഇങ്ങനെ നമ്മളുടെ ഒരു അറ്റൻഷൻ കിട്ടാനും അല്ലെങ്കിൽ നമ്മൾ എടുക്കണം എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പൊ ഇവർക്ക് വന്നിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചു. അന്നേരം മരുന്ന് കഴിക്കുമ്പോൾ കുറയണുണ്ട്, ബട്ട് ഇതിങ്ങനെ പെർസിസ്റ്റ് ചെയ്യണുണ്ട്. പിന്നെ അങ്ങനെ ടോപ്പിക്കൽ ഓയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ വന്നിട്ട് കളർ ചേഞ്ച് വരുന്നുണ്ട്, പിന്നെ കറുത്തു പോകുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ആക്ച്വലി SIT വന്നിട്ട് ഒരു 3 months കൂടുമ്പോൾ വിസിറ്റിന് പോകുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് വന്നിട്ട് MRIയിൽ നല്ല വേരിയേഷൻ ഉണ്ട്, സിസ്റ്റ് ഒക്കെ ഉള്ളൊരു കേസാണ്. അപ്പൊ ഈ കേസ് വന്നിട്ട് നമ്മളത് അത് അവരായിട്ട് പറഞ്ഞതല്ല, നമ്മൾ വന്നിട്ട് ഒരു ഇനിഷ്യേഷൻ ഇട്ട് നമ്മൾ അതിന്റെ പുറകെ പോകുന്നതാണ്. ഇപ്പൊ അതിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പം സിസ്റ്റ് വന്നിട്ട് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി അവർ ഓൾറെഡി റിവ്യൂ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഈ എടുത്തിരിക്കുന്ന സെക്ടറിലെ മെഡിസിൻ തീരുമ്പോൾ അതിലേക്കും കൂടി ഹോമിയോപ്പതിയിൽ എടുക്കണം എന്ന താല്പര്യം ഇപ്പൊ അവർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളത് ഹൗ വി ആർ അപ്രോച്ചിങ് ദ പേഷ്യന്റ്, അല്ലെങ്കിൽ പക്ഷെ നമ്മളിപ്പോഴും പല പല അവസരങ്ങളിലും നമ്മൾ ഈ ക്രോണിക് കേസ് എടുക്കുമ്പോൾ ആക്ച്വലി നമ്മൾ അതെന്താ പറയാ, നമ്മൾ തിങ്ക് ചെയ്യുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മളുടെ മറ്റൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലോ അല്ലെങ്കിൽ ബിഹേവിയറൽ ആസ്പെക്റ്റിലോ അല്ലെങ്കിൽ ഏതോ കാലത്ത് സംഭവിച്ച എന്തെങ്കിലും കാര്യത്തിന്റെ പുറകെയോ അല്ലെങ്കിൽ ലൈഫ് സ്പേസ് സിറ്റുവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കേസ് എടുത്തു തീരാറാകുമ്പോൾ നമുക്ക് മനസ്സിലാവണം ചിലതൊക്കെ അൺനെസസറി ടൈം വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ നമ്മൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ക്രോണിക് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ക്യാൻസർ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു കേസിൽ, അതുപോലെ തന്നെ അയൺ നോർമലായിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്, ചിലപ്പോൾ അതിന്റെ അളവ് കൂടാറുണ്ട്, അതുപോലെ തന്നെ അതിന്റെ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കുറയാറുണ്ട്, അതിന്റെ പ്രൊഡക്ഷനും ഭയങ്കരമായിട്ട് കുറയാറുണ്ട്. ഓരോന്നിനും ഓരോതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് നമ്മൾ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. അവിടെ വരുമ്പം എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 അതായത് ഫോളേറ്റ് ഡെഫിഷ്യൻസി കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ RBC വന്നിട്ട് ലാർജ് ആയിരിക്കും, ഇന്നേച്ചർ RBC ആണ് ബോൺ മാരോയിൽ കാണാം. അപ്പം നമ്മള് വൈറ്റമിൻസിലേക്ക് നമ്മൾ എത്തും. അപ്പൊ വൈറ്റമിൻസിന്റെ കാര്യത്തിലും അതെന്താണെന്ന് അറിയില്ല, വൈറ്റമിൻസ് കൊടുക്കാനും നമ്മുടെ ഇടയിൽ നമ്മുടെ തന്നെ കമ്പനീസ് ഉണ്ടാക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്. അങ്ങനെ അല്ല എങ്കിൽ പോലും ഇപ്പൊ ഗ്ലൂക്കോസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് അതർ സെക്ടറിലെ സപ്പോർട്ട് എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. ബിക്കോസ് ദേ ആർ നോട്ട് മെഡിസിൻസ്. നമ്മളിപ്പം സപ്ലിമെന്റ്സ് എന്നാണല്ലോ പറയാ. അപ്പൊ ആ സപ്ലിമെന്റ്സ് അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതിൽ അങ്ങനെ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്നതിൽ കോൺഫിഡന്റ് ആയിരിക്കണം എന്നുള്ള ആ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് സിഡറോബ്ലാസ്റ്റിക് അനീമിയാണ്. അവിടെ വന്നിട്ടെന്ന് പറഞ്ഞാല് ഡിഫക്റ്റീവ് അയൺ യൂട്ടിലൈസേഷൻ ഇൻ RBC പ്രൊഡക്ഷൻ സമയത്ത് അയൺ യൂട്ടിലൈസേഷന്റെ ആ ഒരു ഡിഫക്റ്റ് ആണ് അവിടെ വരുന്നത്. പിന്നെ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ വരുന്നതെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരിൽ കാണാറുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ആൾക്കാരിൽ കാണാറുണ്ട്, എന്തെങ്കിലും പ്രത്യേക തരം മരുന്നെടുക്കുന്ന ആൾക്കാരിൽ കാണാറുണ്ട്, ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആൾക്കാരിൽ അങ്ങനെയും നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞ് വരുന്ന കേസസിൽ
നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്ന ഒരു ടൈപ്പാണ് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരിലുള്ള അനീമിയ കാണാറുണ്ട്. അത് വന്നിട്ട് എറിത്രോപോയറ്റിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസസിൽ ആ അനീമിയ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പ്രഗ്നൻസി റിലേറ്റഡ് അനീമിയ ഉണ്ട്. അവിടെ വന്നിട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ മെയിൻലി അയൺ ആൻഡ് ഫോളേറ്റ് ഡെഫിഷ്യൻസി ആണ് അവിടെ വരിക. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രഗ്നൻസി ഉള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് മദേഴ്സിന്റെ അടുത്ത് ഫോളിക് ആസിഡും അയണും സിങ്കും ഒക്കെ എടുക്കാൻ പറയുന്ന ഇതുണ്ട്. പക്ഷെ നമ്മൾ അതും ഹോമിയോപ്പതിക്കലി നമ്മളെ അടുത്തേക്ക് എത്തുമ്പോൾ ചില ഡോക്ടേഴ്സ് വന്നിട്ട് നിങ്ങൾ ആ സപ്ലിമെന്റ് എടുക്കണം എന്നില്ല, നിങ്ങൾ ഹോമിയോ മെഡിസിൻസ് മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. അത് അവരുടെ മീൻസ് ഓരോ ഡോക്ടറുടെ ഡിസിഷൻ ആണ് അവർ അങ്ങനെ പറയുക എന്നുള്ളത്. പക്ഷെ അത് എടുക്കുന്നതിൽ തെറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വഴിയിൽ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ താഴ്ന്നോ കൂടിയോ കുറഞ്ഞോ നമ്മൾ സമയം വീണ്ടും പോകും. അപ്പൊ നമ്മളെ ടാർഗറ്റഡ് ആക്ഷനിൽ ഡിഫറൻസ് വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തായിരിക്കുമല്ലോ നമ്മൾ മുന്നോട്ടേക്ക് പോവാ. അത് എന്റെ സൗണ്ടിൽ ഇടർച്ച ഉള്ളത് ദയവേത് എല്ലാവരും ക്ഷമിക്കുക. കാര്യം എന്ന് പറഞ്ഞാല് രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഞാനാണ് 4 മീറ്റിംഗ്, അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു ക്ലാസ്സസ്, പിന്നെ OP കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് വേറെ ഒന്നും സമയം കിട്ടില്ല. ഞാൻ ഓടി വന്ന് ക്ലാസ് എടുക്കാൻ ഇരുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് റെയർ അനീമിയാസ് ഉണ്ട്. റെയർ അനീമിയാസ് വന്നിട്ട് ഞാനൊരു നോളജിന് വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. ഫാൻകോണി അനീമിയ ഉണ്ട്, അതുപോലെ തന്നെ പ്യുവർ റെഡ് സെൽ അപ്ലാസിയ ഉണ്ട്, അതുപോലെ തന്നെ ലെഡ് ഇൻഡ്യൂസ്ഡ് അനീമിയ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന റെയർ അനീമിയാസ് ആണ് ഉള്ളത്. ഇനി നമ്മള് നേരത്തെ ഒരു 2-3 വേർഡ്സ് പറഞ്ഞിരുന്നു, മൈക്രോസൈറ്റിക് അല്ലെങ്കിൽ നോർമോസൈറ്റിക്, മാക്രോസൈറ്റിക് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ മൈക്രോസൈറ്റിക് വന്നിട്ട് അയൺ ഡെഫിഷ്യൻസി വരുമ്പോഴും തലാസീമിയ വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് കിട്ടുക. നോർമോസൈറ്റിക് വന്നിട്ട് അക്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് ലോസിലും ക്രോണിക് ഡിസീസസിലും അപ്ലാസ്റ്റിക് ആയിട്ട് വരുന്നതിലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ മാക്രോസൈറ്റിക് വന്നിട്ട് നമുക്ക് B12 ഫോളേറ്റ് ഡെഫിഷ്യൻസിയിലാണ് നമുക്കത് കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഒരു ചാർട്ട് ആക്ച്വലി നമ്മളത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്തുള്ള ആ ഒരു കോൺഫിഡൻസും ഇഷ്ടവും ആക്ച്വലി അവർക്ക് ഭയങ്കരമായിട്ട് കൂടുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇപ്പൊ പറയുമല്ലോ ഹോമിയോപ്പതിക്കലി നമ്മൾ എങ്ങനെയാണ് അനീമിയ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഞാൻ ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കാത്ത പേഷ്യൻസിന്റെ അടുത്തും റിവ്യൂ കറക്റ്റ് അല്ലാത്ത പേഷ്യൻസിന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് അയൺ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. 100 ml NS നിങ്ങൾക്ക് അയൺ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ആ അയൺ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു ഇഞ്ചക്ഷന്റെ വില എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 2000 to 2500 ഒക്കെ ഉള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മളത് എടുക്കുന്നതെങ്കിൽ ഇതുപോലൊരു ചാർജ് നമ്മളത് എടുക്കാനും അവിടെ കൊടുക്കേണ്ടി വരും. അതായത് 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ഇത് 100 ml NS അത് ഇറങ്ങി നമ്മളെ ബോഡിയിലേക്ക് IV ആയിട്ട് എത്തുമ്പോൾ അതിനും കൊടുക്കേണ്ടി വരും. അത് 1-ലും 2-ലും ഒന്നും അത് അവർ നിർത്തുകയും ഇല്ല. പിന്നെ നെസസറി ആയിട്ടുള്ള കേസസിൽ നമ്മൾ എടുത്ത് തന്നെ മതിയാവും. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബാക്കി കാര്യങ്ങൾ അതൊക്കെ നെസസറി ആയിട്ടുള്ള കേസസിൽ നമ്മൾ എടുത്ത് തന്നെ മതിയാവും. നമ്മൾ എപ്പോഴും സേഫ് സോണിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് അസുഖത്തിന് വന്ന ആൾക്കാരാണെങ്കിലും HB താഴ്ന്നു കഴിഞ്ഞാൽ നമ്മളുടെ സേഫ് സോൺ എന്ന് പറയുന്നത് നമ്മളൊരു 3 weeks കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 month ഡ്യൂറേഷനിൽ നമ്മളത് നിർബന്ധമായിട്ടും HB നമ്മൾ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രത്യേകിച്ച് കോമോർബിഡാലിറ്റീസും മറ്റ് ഹെൽത്ത് ഇഷ്യൂസും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം അവർക്ക് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇത് നല്ല ക്വാളിറ്റിയുള്ള കറുത്ത എള്ള് വാങ്ങുക. എന്നെ ഇപ്പം ആരൊക്കെ എള്ളുണ്ട ഡോക്ടർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. പിള്ളേരാരോഗ്യം എള്ളുണ്ട ആന്റി എന്നും വിളിക്കാറുണ്ട്. എനിക്ക് അതിന് വിഷമമൊന്നുമില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, 400, 500, 800, 300 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ടോണിക്കിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒന്നിനും കൊള്ളാത്ത എള്ളുണ്ട കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ പറഞ്ഞ പോലെ അത് അവരങ്ങനെ വിളിക്കാൻ കാര്യം വേറൊന്നുമല്ല. അതായത് പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ചേർന്ന എള്ളുണ്ടയോ അല്ലെങ്കിൽ അതിന്റെ പൗഡറോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്നാക്ക് ആക്കി കൊടുക്കാറുണ്ട്. പിന്നെ പ്രായമായവരുടെ മറവിയുള്ളവർക്ക് കൊടുക്കാറുണ്ട്. മസിൽസിന് സ്ട്രെങ്ത് എല്ലാത്തിലും ഈ ഒരു ഇൻഗ്രീഡിയന്റ് എള്ളാണ് കേട്ടോ. അത് പിന്നെ ആ പേര് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറുത്ത എള്ള്, കരിപ്പട്ടി ഓർ ശർക്കര, പിന്നെ വേണ്ടത് ഈന്തപ്പഴം, ഇതിട്ടിട്ട്
അതായത് വറുത്ത് പൊടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എള്ള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെച്ചിട്ട് ഇത് ഉണ്ടാക്കി വെക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അവിടെ ലേഡീസ് ആണെങ്കിൽ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, പീരീഡ്സ് വരാൻ പോകുന്ന ഏകദേശം ആ ഒരു സമയമൊക്കെ ആവുന്ന ടൈമിൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാ. കാര്യം ഫ്ലോ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെരിമെനോപാസ് അല്ലെങ്കിൽ മെനോപാസിന്റെ ഒക്കെ എത്താറൊക്കെ ആവുന്ന കേസസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വന്നിട്ട് നേരത്തെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കൺട്രോൾഡ് ഡോസേജിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ ഇത്ര ഗ്രാം എങ്ങനെയെന്നൊക്കെ ഉള്ളത് നമ്മൾ അവരുടെ അവസ്ഥ, അവരുടെ BP, അവരുടെ മറ്റു വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അളവ് പറഞ്ഞു കൊടുത്തിട്ട് വേണം അവരുണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള വേറൊരു കാര്യം. അപ്പം ഹോമിയോപ്പതി എങ്ങനെയാണ് അനീമിയ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അണ്ടർലൈങ് ആയിട്ടുള്ള കോസ് നമ്മൾ കണ്ടെത്തുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ തന്നെ പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മയാസം അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ആണോ, B12 ആണോ, അല്ലെങ്കിൽ ഹീമോലൈറ്റിക് ആണോ, അങ്ങനെ സെക്കൻഡറി അനീമിയ ആണോ, പ്രൈമറി അനീമിയ ആണോ, അവരുടെ ഫിസിക്കൽ സിംറ്റംസ് എങ്ങനെയാണ്, അവരുടെ ഇമോഷണൽ സിംറ്റംസ് എങ്ങനെയാണ് തുടങ്ങിയ കുറെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇൻഡിവിജ്വലൈസേഷൻ ഒരു പ്രിൻസിപ്പിളാണ്. അതായത് ആ പേഷ്യന്റിന്റെ അതായത് നമ്മുടെ റെമഡീസ് പേഷ്യന്റിന്റെ യുണീക് സിംറ്റം പിക്ചർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അലോങ് വിത്ത് ദ ഇമോഷണൽ പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഫെറ്റീഗ്, പാലർ, ക്രേവിങ്സ്, ഇമോഷണൽ സ്റ്റേറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ പറയുന്ന അടുത്തത് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് അപ്രോച്ചിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. അവിടെ നമ്മൾ അറിയാം ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ പ്ലേറ്റ്. ഇത് നമ്മൾ ഹോമിയോക്കാർ പറഞ്ഞ് കേട്ട് അവർക്ക് ഇതൊക്കെ കാണാപ്പാടം ആയി കഴിഞ്ഞു തോന്നും. പിന്നെ ജെന്റിൽ സ്റ്റിമുലേഷൻസ് ആണ്. അതായത് നമ്മൾ കൊടുക്കുമ്പം നമ്മളെ മെഡിസിൻ എങ്ങനെയാണ് ആ ബോഡിയിൽ ഒരു നാച്ചുറൽ ഹീലിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹെമറ്റോപോയറ്റിക് പ്രോസസ്സ് എങ്ങനെയാണ് അത് ശരിയായി കൊണ്ടുവരുന്നത് എന്നുള്ള ഒരിതുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ടൈപ്സ് പറഞ്ഞല്ലോ, അതിന്റെ എന്താ പറയാ, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന റെമഡീസിലേക്കാണ് പോകുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെങ്കിൽ ആ പേഷ്യന്റിന് വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, നല്ല വിളർച്ച ഉണ്ടായിരിക്കും, തലകറക്കം അവരിങ്ങനെ പറയാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചോക്ക്, മണ്ണ് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കാനുള്ള ഒരു താല്പര്യം കൂടുതലായിരിക്കും. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു യൂട്രൈൻ ഫൈബ്രോയിഡ് കേസ് ഉണ്ടായിരുന്നു. അവർക്ക് വന്നിട്ട് ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അവർ ആക്ച്വലി പച്ചരി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, റോ റൈസ്. ആ അരിയിലാണ്, അത് പച്ചരി എന്ത് ടൈപ്പ് ഓഫ് അരിയാണെങ്കിലും അവർ ജലൂസിലും ബ്രാൻഡാക്കും ഒമീസും പോലും ഈ അരിക്കുള്ളിൽ വെച്ചാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിന്റെ ക്രേവിങ് അവർക്ക് ഭയങ്കര, ഇപ്പം കുഴപ്പമൊന്നുമില്ല, വിഷന്ന് റിലീവായി പോയി, ഒരു 2 ഇയേഴ്സിലായിട്ടാണ് അവർ പോയിട്ട്. അപ്പൊ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ വന്നിട്ട് ഫെറ്റീഗ്, പാലർ, ഡിസിനസ്, ക്രേവിങ്, ചോക്ക് ആൻഡ് എർത്ത് ഉണ്ട്. അവിടെ നമുക്ക് കോമൺലി ഉപയോഗിക്കാൻ പറ്റുന്ന റെമഡീസ് എന്ന് പറഞ്ഞാൽ ഫെറമെറ്റ് ഉപയോഗിക്കാം, ചൈന നമുക്ക് ഉപയോഗിക്കാം, നാട്രമൂര് നമുക്ക് ഉപയോഗിക്കാം. അതിൽ പൊട്ടൻസ് വേണോ, ടിഞ്ചർ വേണോ, ലോവർ പൊട്ടൻസ് വേണോ, അല്ല ഹയർ പൊട്ടൻസ് വേണോ എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു ഡിസിഷനാണ്. പിന്നെ നമ്മൾ ടിഞ്ചർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു റിസൾട്ട്, കുറച്ചും കൂടെ സ്പീഡി ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. നമ്മൾ ഇതിൽ ഏത് കാറ്റഗറി യൂസ് ചെയ്താലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിന്റെ ടോണിക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അവയർനെസ്സും ഡയറ്റും നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, പെർണീഷ്യസ് അനീമിയ ഉള്ള കേസസിലാണെങ്കിൽ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എന്താ തന്നെ ഒരു ടിംഗ്ലിംഗ് ആൻഡ് നംനെസ് സെൻസേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറവി ഒരു ഇഷ്യൂ ആയിരിക്കും. പിന്നെ ഗ്ലോസൈറ്റിസ് ഉണ്ടായിരിക്കും അവർക്ക്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അപ്പൊ ആലോചിക്കാം, അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് അനീമിയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടിംഗ്ലിംഗ്, നംനെസ്സും മെമ്മറി ഇഷ്യൂസും ഗ്ലോസൈറ്റിസും ഒക്കെ ആയിട്ട് വരുന്ന ആള് ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ അടുത്ത് വരിക. നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ ഡേ അലർജി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാട് ഉണ്ടോ, അതും അല്ലെങ്കിൽ താരന്റെ മരുന്ന് വാങ്ങാനോ, അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ അല്ല എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിരിക്കും ഇവർ നമ്മുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ കുട്ടിയെ കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഫോസ്ഫറസ് കൊടുക്കാം, പിക്രിക് ആസിഡ് കൊടുക്കാം, അതുപോലെ തന്നെ കാലിഫോസ് നമുക്ക് കൊടുക്കാം. പിന്നെ ഉള്ളത് ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയാണ്. അവിടെ വന്നിട്ട് ആ പേഷ്യന്റിന് വന്നിട്ട് വീക്ക്നെസ്, അതുപോലെ തന്നെ മൗത്ത് അൾസേഴ്സ്, ഇറിറ്റബിലിറ്റി ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ വന്നിട്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാല് നമുക്ക് കൽക്കേറിയ ഫോസ് കൊടുക്കാം,
സെപ്റ്റിയ കൊടുക്കാം, സൾഫർ കൊടുക്കാം, ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹീമോലൈറ്റിക് അനീമിയ നമുക്ക് കിട്ടുന്ന കേസസ് ആണെങ്കിൽ ആ ഹീമോലൈറ്റിക് അനീമിയ കേസ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പേഷ്യന്റ് പറയുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ വിഷമം തോന്നും. അത്രയും ക്ഷീണമായിരിക്കും, സിവിയർ ആയിട്ടുള്ള ക്ഷീണമായിരിക്കും. അവിടെ വീട്ടമ്മമാർക്കാണ് കുറച്ചും കൂടെ ഇഷ്യൂ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും അവിടെ അവർ തന്നെ ചെയ്താൽ മതിയാവും. കാരണം കൈമാറി ചെയ്യാൻ ഒരാളില്ല. ഡോക്ടർ ജോലി ചെയ്യുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എത്ര ജോലി ചെയ്താലും ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ഭക്ഷണം ടേസ്റ്റ് ഉണ്ട്, അല്ല അങ്ങനെ പോലും പറയാൻ ഒരാളില്ല ഡോക്ടറെ, ഞാൻ മറന്നു വീണ അവിടെ കിടക്കും എന്ന് പറഞ്ഞു പോകുന്ന കേസസ് ഉണ്ട്. അപ്പൊ അപ്ലാസ്റ്റിക് അനീമിയ വന്നിട്ട് സിവിയർ ആയിട്ടുള്ള ഫെറ്റീഗ്, ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത്തരക്കാരിലെ ബ്ലീഡിങ് ടെൻഡൻസി ഇവർക്കുണ്ടായിരിക്കും. ഇവർക്ക് നമ്മൾ ഫോസ്ഫറസ്, സീക്കിയൽ കോർണേറ്റ്, അതുപോലെ തന്നെ സൈലീഷ്യയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ക്രോണിക് ഡിസീസ് കൊണ്ടുവരുന്ന സെക്കൻഡറി അനീമിയ ഉള്ള കേസസിലാണെങ്കിൽ അത് നമ്മൾ അവരെ ട്യൂബർക്ലോസിസ് അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ റിനൽ ഡിസീസ് ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനത്തെ കേസസിൽ നമുക്ക് ട്യൂബർക്കുലിനും കൊടുക്കാം, ആഴ്സാൽബ് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് സൾഫറും കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ ഹീമോലൈറ്റിക് അനീമിയ ഒക്കെ വരുമ്പോൾ ഹോമിയോപ്പതി ഒരു കോംപ്ലിമെന്ററി മെഡിസിൻ ആണ്, അതൊരു റീപ്ലേസ്മെന്റ് അല്ല. ചില കേസസിൽ നമ്മളത് അങ്ങനെ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളൊരു നല്ല ഡോക്ടർ ആവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എനിക്ക് പലരിൽ നിന്നും പകർന്നു കിട്ടിയ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പാലിച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴാണ് ഒരു നല്ല ഡോക്ടർ ആവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന് ഏറ്റവും നെസസറി ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ്. നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നില്ല എങ്കിൽ അല്പം പോലും വൈകാതെ നമ്മൾ ആ കേസ് റെഫർ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ലെറ്റർ ഹെഡിൽ കണ്ടീഷൻസും ബാക്കി കാര്യങ്ങളും ഇപ്പൊ നമുക്ക് സജഷൻസ് കൊടുക്കാം. ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോവും എന്ന് നമുക്ക് സജഷൻസ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പം ആ പേഷ്യന്റിന്റെ നമുക്ക് റെസ്പെക്ട് ആണ് നമുക്ക് തിരിച്ചു കിട്ടുക. ആ പേഷ്യന്റിന്റെ ഫാമിലി നമ്മുടെ അടുത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് എന്താന്ന് പറയുമ്പോൾ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്കിടയിൽ അത് കുറച്ച് കൂടുതലാണ്. പക്ഷെ അങ്ങനെ അല്ല, നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളിനി എത്ര ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ സിമിലിമം അല്ലെങ്കിൽ എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷണൽ മയാസ്മാറ്റിക് എന്തൊക്കെ തന്നെ നമ്മൾ കൊടുത്താലും ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കറക്റ്റ് ആവാതെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. വെള്ളം കുടിക്കാത്തൊരു പേഷ്യന്റിന് നമ്മള് എന്താ പറയാ പൈൽസിന്റെ നീറ്റലിന് മരുന്ന് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ഒട്ടുമേ വെള്ളം കുടിക്കാത്ത ഒരാൾക്ക് UTIക്ക് മരുന്ന് കൊടുത്തിട്ടോ, റീനൽ കാൽക്കുലയ്ക്ക് മരുന്ന് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. 2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞ മാതിരി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് മസ്റ്റ് ബി കറക്റ്റഡ്. അതിൽ അയൺ, B12, ഫോളേറ്റ് ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഡയറ്റിൽ നിന്നും സപ്ലിമെന്റ്സിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ പേഷ്യന്റ് ഈ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, പേഷ്യന്റിന്റെ ഒരു ജീവിത സാഹചര്യം ഇതാണ്. അപ്പം ഞാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ആ പേഷ്യന്റിന് ഫീസിബിൾ ആയിട്ടുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. ഈ റെഗുലർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് മോണിറ്റർ ചെയ്യുക. HB ആയാലും RBC ഇൻഡിസസ് ആണെങ്കിലും ഫെററ്റിൻ ആണെങ്കിലും B12 ആണെങ്കിലും ഫൊളേറ്റ് ആണെങ്കിലും നമ്മൾ അത് അങ്ങനെ തന്നെ ആ പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കണം. ആ പ്രോഗ്രസ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ആ പേഷ്യന്റിന് കുറയുന്ന സിംറ്റംസ് മാത്രമല്ല, അല്ലെങ്കിൽ പേഷ്യന്റ് വെൽബീയിങ് ആണോ എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സിംറ്റംസ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളത് ക്യൂർ ചെയ്ത് വിടുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു ഇത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ ഇൻഡിവിജ്വൽ റെസ്പോൺസസ്, അതായത് നമുക്ക് ഒരു സൈസിലെ ഒരു ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ ആൾക്കാർക്കും അത് ആ കുപ്പായം നമുക്ക് ഇടാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ എത്ര കോൺഫിഡന്റ് ആയിട്ടിരുന്നാലും ചില കേസസിൽ വന്നിട്ട് നമ്മളെ അത് വലയ്ക്കും, ബുദ്ധിമുട്ടിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കാരണം അത് തുടക്കത്തിലെ മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫർദർ അസിസ്റ്റൻസ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഫെറമെറ്റ് കൊടുക്കുന്ന കേസസിൽ
അവർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും പൾസസും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ പറഞ്ഞാൽ ഫെറമെറ്റ് പോകുന്നത് കൊണ്ട് ഈ കഴിക്കുന്നതിന്റെ ആക്ഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ ക്ലിനിക്ക് വരുന്നവരോട് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ കറി ഉണ്ടാക്കിയതിന് ശേഷം അപ്പൊ ചീരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്കറി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ചോറ് നമ്മൾ പറയുമല്ലോ, ഈ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കൈ അളവിൽ വന്നിട്ട് 2 കൈ അളവ്, അതായത് കറി എടുക്കേണ്ട രീതിയാണ് പറയുന്നത്, 2 കൈ അളവ് ഞാൻ പറയാറുണ്ട്. എന്നിട്ട് അത് ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ എടുത്താൽ മതി, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ മെയിൻറ്റെയിൻ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ്. അതുപോലെ തന്നെ B12 അല്ലെങ്കിൽ ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉള്ള കേസസിന് നമ്മൾ ഫോസ്ഫറസോ കൽക്കേരിയ ഫോസോ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് വന്നിട്ട് അവർക്ക് വന്നിട്ട് സപ്ലിമെന്റേഷൻ നമ്മൾ ഡയറ്റിൽ നമുക്ക് പറ്റൂല. അവർക്ക് വന്നിട്ട് സെപ്പറേറ്റ് സപ്ലിമെന്റ് നമ്മൾ എഴുതി കൊടുക്കുക തന്നെ വേണം, അത് നിർബന്ധമാണ്. പിന്നെ പോസ്റ്റ് ഹെമറേജിക് അനീമിയ വരാറുണ്ട്. ആ പോസ്റ്റ് ഹെമറേജിക് അനീമിയ നമുക്ക് കിട്ടുമ്പോൾ അവര് എന്താ പറയാ, ഒരു സ്ട്രെങ്ത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, ചൈന നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്, ചൈന കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ക്രോണിക് ആയിട്ടുള്ള ഒരു അനീമിയ വന്നിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റമിക് ഡിസീസുമായിട്ട് ബന്ധമുള്ള ഒരു അനീമിയ ആണെങ്കിൽ നമ്മൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആയിരിക്കുമല്ലോ പ്രിഫർ ചെയ്യുക. ആ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിലും നമുക്ക് മിക്കവാറും കിട്ടുക, മോസ്റ്റ് കേസസിൽ നമുക്ക് കിട്ടുക സൾഫർ അല്ലെങ്കിൽ ആഴ്സാൽവായിരിക്കും നമുക്ക് കിട്ടുക. ഞാൻ റെപ്പറ്റൈസ് ചെയ്ത് പേഷ്യൻസിന് മരുന്ന് കൊടുക്കാറില്ല. അത് ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി റെപ്പറ്റൈസ് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ വേറെ ഒരുപാട് മെഡിസിൻസ് വരുമില്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ കൊളീഗ്സിനോടും അല്ലെങ്കിൽ സീനിയേഴ്സിനോടും ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറ് ഈ ഒരു കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട് എന്ന് പറയാറുണ്ട്. എന്തായാലും സൾഫർ അല്ലെങ്കിൽ ആഴ്സാൽവ് നമ്മൾ ഒരു ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് നമ്മളെ ബയോകെമിക് കിറ്റ് ആണ്. അനീമിയയിൽ വന്നിട്ട് നമ്മളെ ബയോകെമിക് കിറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് തന്നെ കിറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് 6x 12x ഒക്കെ തന്നെ, അതുപോലെ തന്നെ 3x നമുക്ക് കിട്ടുമല്ലോ. ബയോകെമിക് ടാബായിട്ടും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് പൊട്ടൻസി ആയിട്ടും നമുക്ക് കിട്ടും. അപ്പൊ ഒരാൾക്ക് ഭയങ്കരമായ ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ അനീമിയാണ്, പാലറുണ്ട്, വിശപ്പില്ല, ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് വരുന്നൊരു കേസ് ആണെങ്കിൽ അവർക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ റെഡ് ബ്ലഡ് സെൽസിനെ സപ്പോർട്ട് ചെയ്യണം, ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ വൈറ്റാലിറ്റി സ്ട്രെങ്തൻ ചെയ്യണം. അപ്പം ഓരോരുത്തർക്കും ഓരോ കോമ്പിനേഷൻ ആണ്. എന്നാലും പൊതുവെ ഞാൻ കൊടുക്കുന്നത് ഫെറം ഫോസ്, കൽക്കേറിയ ഫോസ്, നാട്രമൂറ്, കാലിഫോസ്, ഇതാണ് ഞാനൊരു കോമ്പിനേഷൻ ആക്കി ഈ കേസസ് വരുമ്പോൾ ഞാൻ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ വന്നിട്ട് അതെ, നമ്മള് ഫെറംഫോസും കാൽക്കേരിയ ഫോസും എന്തോ മാഡം, ഏതൊക്കെയാ പറഞ്ഞ? ഫെറം ഫോസ്, കൽക്കേറിയ ഫോസ്, നാട്രമൂറ്, കാലിഫോസ് എല്ലാം 3x ആണ്. പിന്നെ വന്നിട്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്. ഇതില് കുറെ ഉണ്ട്, പക്ഷെ ടൈം വന്നിട്ട് ഏകദേശം ആവുന്നതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു വിടുവാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ വന്നിട്ട് നമുക്ക് എങ്ങനെ അയൺ ഇൻടേക്ക് അതിന്റെ ഒരു അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യാമെന്ന് വെച്ചാൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ധാരാളം കൊടുക്കാം. ഇപ്പൊ ഹീം അയൺ അല്ലെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് വന്നിട്ട് റെഡ് മീറ്റ് നമുക്ക് കൊടുക്കാം. റെഡ് മീറ്റ് വന്നിട്ട് കൊഴുപ്പില്ലാത്ത റെഡ് മീറ്റ് ആണ് നമ്മൾ കൊടുക്കുക. ചിക്കൻ കൊടുക്കാം, അതുപോലെ മീന്, ലിവർ. ഇപ്പൊ ലിവർ വന്നിട്ട് നമുക്കിപ്പം പ്രിഫറബിളി മട്ടന്റെ ലിവറാണ് കുറച്ചും കൂടെ നല്ല, ആടിന്റെ ലിവറാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നോൺ ഹീം അയൺ ആയിട്ട് നമുക്ക് കിട്ടുക വന്നിട്ട് ചീര, ബീട്രൂട്ട്, ബീൻസ്, അതുപോലെ തന്നെ ലെന്റിൽസ്, ഞാൻ പറഞ്ഞു കരിപ്പട്ടിയുടെ കാര്യം പറഞ്ഞു, എള്ളിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് അബ്സോർഷൻ ബൂസ്റ്റേഴ്സ് വേണം, എന്നാലേ ഇത് കൃത്യമായിട്ട് ആഗിരണം ചെയ്യപ്പെടുള്ളൂ. അബ്സോർഷൻ ബൂസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് വൈറ്റമിൻ സി ആണ് കൊടുക്കാനുള്ളത്. വൈറ്റമിൻ സി വന്നിട്ട് സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് കൊടുക്കാം. പേരയ്ക്ക് കൊടുക്കാം, നെല്ലിക്ക കൊടുക്കാം, ടൊമാറ്റോ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നോൺ ഹീം അബ്സോർഷൻ ഇംപ്രവൈസ് ചെയ്യും. ഇനി ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ വൈറ്റമിൻ സിയുടെ സപ്ലിമെന്റ്സ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര പുളിപ്പായിരിക്കും. ആ ഒരു വൈറ്റമിൻ സിയുടെ ഒരു ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ അടുത്തൊരു ലൈം ജ്യൂസോ എങ്ങാനും കൂടെ കുടിക്കാൻ വേണ്ടി പറയണം.
പിന്നെ എന്ത് കൊടുക്കാമെന്ന് നമ്മൾ പറയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് കൊടുത്തൂടാ എന്നുള്ളതും നമ്മൾ പറയേണ്ടത്. അതായത് നിർബന്ധമായിട്ടും ഇൻഹിബിറ്റേഴ്സ് വന്നിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ടീ, കോഫി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫൈറ്റേറ്റ്സ് ബ്രാൻഡ്സ് ഒക്കെ ഉള്ള ഫുഡാണ്. ഇതൊക്കെ നമ്മൾ അബ്സോർപ്ഷൻ കുറയ്ക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രിയിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയല്ലേ ദാൽ കറി അല്ലെങ്കിൽ ചീരക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ടൊമാറ്റോ കൂടുതലിട്ട് കറി ഉണ്ടാക്കുക, അതിനകത്ത് വന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ലൈം ജ്യൂസ് കൂടെ എടുക്കാൻ പറയുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 അല്ലെങ്കിൽ പെർണീഷ്യസ് അനീമിയയുടെ ഫുൾ ഡയറ്റ് അല്ല, നമ്മൾ ആഡിക്വേറ്റ് ആയിട്ട് B12 നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അതും എസ്പെഷ്യലി വെജിറ്റേറിയൻസിന് വരുമ്പോഴത്തേക്കും അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് റിസോഴ്സസ് ഇത് ലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുക. പിന്നെ ഫോർട്ടിഫൈഡ് ഫുഡ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ഒക്കെ അവർക്ക് അതിൽ വേണ്ടി വരാറുണ്ട്. മറ്റൊരു അനിമൽ പ്രോഡക്ട്സ് ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. അവർക്ക് മുട്ട, പാല്, ചീസ്, ഫിഷ്, ചിക്കൻ, അതുപോലെ ഫോർട്ടിഫൈഡ് സീരിയൽസ് അവർക്ക് എടുക്കാം. പിന്നെ സോയ, ആൽമണ്ട് അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ അവർക്ക് കിട്ടും. ഇനി ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ വരുന്ന കേസസ് ആണെങ്കിൽ, അതായത് DNA സിന്തസിസിനും അതുപോലെ തന്നെ RBC ഫോർമേഷനും വന്നിട്ട് ഫോളേറ്റ് ഇൻടേക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അതിൽ നമുക്ക് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുക്കാം. അതിൽ മുരിങ്ങയിലയും ചീരയൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അതുപോലെ തന്നെ ചിക്ക് പീസ്, ലെൻഡിൽസ്, എല്ലാ ലെഗ്യൂംസും നമുക്ക് എടുക്കാം. പക്ഷെ ചിക്ക് പീസ്, ലെൻഡിൽസ് നമുക്ക് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. സിട്രസ് ഫ്രൂട്ട്സ്, പപ്പായ, അവക്കാഡോ ഇതൊക്കെ എടുക്കാം. പിന്നെ ഹോൾ ഗ്രെയിൻസും അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് സീരിയൽസ് എടുക്കാം. പിന്നെ ഇവിടെ വരുന്നത് നമ്മളൊരു കുക്കിംഗ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫോളേറ്റ് ഭയങ്കര ഹീറ്റ് സെൻസിറ്റീവ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്റ്റീം ചെയ്യുക, അതായത് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ആവി കയറ്റി കൊടുക്കുക എന്നുള്ളൊരു സംഭവം മാത്രം മതി എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ സപ്പോർട്ടിൽ പ്രോട്ടീൻസ് ഇതെല്ലാം അവരുടെ ബാക്കി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രോട്ടീൻസിൽ നമുക്ക് മുട്ട കൊടുക്കാം, പൾസസ് കൊടുക്കാം, പാല് കൊടുക്കാം, പാൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കാം, അതുപോലെ തന്നെ ലീൻ മീറ്റ് ഒക്കെ കൊടുക്കാം. ഇത് ഹീമോഗ്ലോബിൻ സിന്തസിസിനെ സഹായിക്കും. അതുപോലെ തന്നെ കോപ്പറും സിങ്കും ആണെങ്കിൽ നട്ട്സ്, സീഡ്സ്, അതുപോലെ ഷെൽഫിഷ്, ഹോൾ ഗ്രെയിൻ എല്ലാം വന്നിട്ട് ഈ പറഞ്ഞ മാതിരി അയൺ മെറ്റബോളിസം നമുക്ക് ഇംപ്രൂവൈസ് ചെയ്ത് തരും. പിന്നെ വൈറ്റമിൻ എ, ക്യാരറ്റ്സ്, പംകിൻ, മാംഗോ ഇതൊക്കെ നമുക്ക് അയൺ അതായത് ഇരിക്കുന്ന സ്റ്റോറേജുകളിൽ നിന്ന് ആ അയൺ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി പറയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ കുട്ടികൾ അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൽക്കേറിയ ഫോസ് അവർക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പാല്, ചീസ്, റാഗി ഇതൊക്കെ അവർക്ക് കൂടുതൽ കൊടുക്കാൻ പറയാം. മെൻസ്ട്രുവൽ ബ്ലഡ് ലോസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അയൺ, വൈറ്റമിൻ സി അതിന്റെ ഒരു കോംബോ, അതായത് നമുക്ക് ഞാൻ നേരത്തെ ഡേറ്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഒരു ഓറഞ്ച് ജ്യൂസും അതിന്റെ കൂടെ നമുക്ക് ഇതും കൊടുക്കാം, ഈന്തപ്പഴവും കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചീരയും, ഇത് ഞാൻ തമാശ പറയുന്നതല്ല, മീൻസ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ വായിച്ച് എഴുതി പറയുന്ന അങ്ങനെയല്ല. എന്റെ പ്രാക്ടീസിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചീരയും ലൈം ജ്യൂസിനും ഭയങ്കരമായ ഒരു ഇഫക്റ്റ് ആണ്. അവർക്കൊരു മടി ഉണ്ടാവില്ല. അതൊന്നും നമ്മൾ ശീലിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. പിന്നെ പ്രായമായ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ B12 നമ്മൾ ഉറപ്പ് വരുത്തുക. മിൽക്ക്, അതുപോലെ ഫോർട്ടിഫൈഡ് സീരിയൽസ് ഒക്കെ അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കാറുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് വെജിറ്റേറിയൻ ഡയറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതൊക്കെ തന്നെയാണ്. അതിനകത്ത് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കോഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ കൊടുക്കുന്ന ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡയറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അനീമിയ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എന്താ കൊടുക്കാന്ന് പറഞ്ഞാൽ റാഗി വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ അവരോട് പറയാറുണ്ട് രാവിലെ. അതിന് ആ കൂട്ടത്തിൽ കരിപ്പട്ടിട്ട് ഉണ്ടാക്കാൻ പറയാറുണ്ട്. പിന്നെ ഓറഞ്ചിന്റെ സ്ലൈസസ് കൂടെ എടുത്തോളാൻ പറയാറുണ്ട്. പിന്നെ വന്നിട്ട് ഉച്ചയ്ക്ക് മുമ്പേ ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് കുറച്ച്, അതായത് വെള്ളത്തിൽ കുതിർത്ത ബദാമും അതിനോടൊപ്പം തന്നെ 1-2 കഷ്ണം പേരക്ക, അല്ലെങ്കിൽ ഒരു പേരക്ക ഫുള്ളായിട്ട് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിവതും നമ്മൾ ബ്രൗൺ റൈസ് ആണ് പ്രൊമോട്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ മുരിങ്ങയിലോ ബീട്രൂട്ടോ അല്ലെങ്കിൽ കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും നാരങ്ങ വെള്ളം അത് കൂടെ എടുക്കാൻ നമ്മൾ പറയാറുണ്ട്. പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ എള്ളുണ്ടയാണ് സ്നാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിന്നർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വെജിറ്റബിൾസിൽ ഏതെങ്കിലും ഒരു കറി നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ബെഡ് ടൈമിൽ കൊളസ്ട്രോളും മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ ചൂടോട് കൂടി പാല് കുടിക്കാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ അത് പാലും വെള്ളവുമായിട്ട് തിളപ്പിച്ചെടുത്താലും
കുഴപ്പമില്ല, അത് നല്ല. പിന്നെ ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതിപ്പം എല്ലാ സ്ഥലത്തും പ്രാക്ടിക്കൽ ആവണമെന്നില്ല, പക്ഷെ നമ്മള് അതങ്ങനെ പറയാറുണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് വരുമ്പോൾ CBC, പെരിഫറൽ ബ്ലഡ് സ്മിയർ, അതുപോലെ തന്നെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അയൺ സ്റ്റഡീസിൽ സെറം അയൺ, അതുപോലെ തന്നെ TIBC, അതായത് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, അതുപോലെ ട്രാൻസ്ഫറിങ് സാച്ചുറേഷൻ ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് വൈറ്റമിൻ B12 അസേ നമുക്ക് നോക്കാം, ഫോളേറ്റ് അസേ നോക്കാം, അതുപോലെ MMA, ഹോമോസിസ്റ്റീൻ ആൻഡ് മീത്തൈൽ മലോണിക് ആസിഡ് ഇതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. മാഡം 10:25 ആയി. ഇനി ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല ഡിസീസ് കണ്ടീഷനിലെ ഹീമോഗ്ലോബിന്റെ സെക്ടർ ഉണ്ടാകും. നമുക്ക് ഈ അടുത്തൊരു ദിവസം നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ഓടിച്ചു വിട്ടാലും കാര്യമില്ല. എല്ലാവർക്കും ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇനി 4 മിനിറ്റേ ഉള്ളൂ. ഏതായാലും വളരെ സ്പീഡിൽ ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. 4 മിനിറ്റാണ് നമുക്കുള്ളത്. അഭിപ്രായമോ സംശയമോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഡയറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപാട് സ്പീഡിൽ അങ്ങ് പോകുന്നതിലും നമുക്ക് ഇച്ചിരി കൂടെ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് വരുന്നതാണ് നല്ലത്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡയറ്റ് മാത്രമാക്കാം മാഡം. അല്ല, ഡയറ്റ് ഇപ്പൊ ഈ ഡിസീസ് വൈസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞതും കൂടെ ആയിട്ട് ഒരു ക്ലാസ് എടുത്താൽ നല്ലതായിരിക്കും. എന്ന് പറഞ്ഞ് മനസ്സിലായില്ലെന്നല്ല, എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരൂടെ ഇതാണെങ്കിൽ എഴുതിയെടുക്കാൻ ഒരു ഇത് കിട്ടും. അപ്പൊ അത് കിട്ടില്ല. മനസ്സിലായോ? നമുക്ക് സ്ലൈഡ് ഇത് വരും, പിന്നെ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. എങ്കിലും അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം കൂടെ ഒന്ന് വിശദമായിട്ട് ഡോക്ടർ എടുക്കണം. ഇനിയിപ്പം ആൻഡ്രൈസ് ചെയ്ത് ആരും ചെയ്തിട്ടില്ല, കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സംശയം വരാനൊന്നുമില്ല. പിന്നെ നമുക്ക് സമയത്തിന്റെ കുറവും വരുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലാണേലും ഇടാം. 3 മിനിറ്റോടെ ആണ് ഉള്ളത്. ഡോക്ടറുടെ ക്ലിനിക് ടൈം എപ്പോഴാണ് അന്നേരം? രാവിലെ 9:30 to 1:30 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 to 8:30 ആണ് നമ്മൾ ടൈം വെച്ചേക്കുന്നത്. പക്ഷെ ചില ദിവസങ്ങളിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ചിലപ്പോൾ പോകാൻ സമയം കിട്ടാറില്ല. ചിലപ്പോൾ വന്നിട്ട് ഈവനിങ്ങിൽ വന്ന് 8:30 എന്നുള്ളത് ചിലപ്പോൾ 9:30, 10 ഒക്കെ ചില ദിവസങ്ങളിൽ ആവാറുണ്ട്, നോട്ട് ഓൾവേസ്. വീട്ടിൽ തന്നെയാണോ അതോ മാറിയാണോ ഇല്ല, ക്ലിനിക്? 2 ക്ലിനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരെണ്ണം ഞാൻ എല്ലാ ദിവസവും പോകാറില്ല, അവിടെ ഒരു ജൂനിയർ ഉണ്ട്. എവിടെ, കാട്ടാക്കട തന്നെയാണോ? കാട്ടാക്കട ക്ലിനിക്കിൽ ഞാൻ റെഗുലർ ആയിട്ട് പോകാറുണ്ട്. വേണം പട്ടം വരുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും പോകാനുള്ള ഒരു സമയം കിട്ടാറില്ല. ഒരു ക്ലിനിക്ക്, ഒരു ബ്രാഞ്ച് നമ്മൾ പട്ടത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എവിടെ, പട്ടത്തോ? ആ, പട്ടത്ത് എവിടെ? നമ്മുടെ ചെല്ലം മാട്ടിനടുത്ത് തലപ്പാകെട്ടി ബിരിയാണിയുടെ ഓപ്പോസിറ്റ്, ആ, കുറച്ച് അകത്തേക്കായിരിക്കും. അകത്തിട്ട് ശ്രദ്ധിക്കാം ഇനി. അവിടെ പക്ഷെ ഡോക്ടർ ഇല്ല അല്ലേ? മാഡം വേറെ? ട്രിവാൻഡ്രം ആണോ? അതെ അതെ അതെ, എവിടെയാ? ഞാൻ പൗടിക്കോണം, ശ്രീകാര്യം. അതുകൊണ്ടല്ലേ എടുത്ത് ചോദിച്ചത്. ഏതായാലും നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഷെഫീഖ് ഡോക്ടർ അജിനി ഡോക്ടർ ഉണ്ടോ? അജിനി ഡോക്ടറെ? പിന്നെ ഡോക്ടറെ കാണുന്നില്ലല്ലോ. ഷെഫീഖ് ഡോക്ടർ പോയി. ആനി ജോൺ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. ആനി ജോൺ ഡോക്ടറെ, ആനി ജോൺ ഡോക്ടറെ. ഡോക്ടർക്ക് എപ്പോഴും ഇച്ചിരി മടിയാണ്, നമ്മൾ പറഞ്ഞാലും മടിയാണ്. ഏതായാലും നമുക്ക് ഓരോ പ്രാവശ്യവും ഡോക്ടർ വളരെ നമുക്ക് പ്രാക്ടീസിൽ പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ് ഓരോ പ്രാവശ്യവും ഡോക്ടർ എടുക്കുന്നത്.
അതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഇനിയും വീണ്ടും വരണം. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൻ്റെ ബാക്കി എത്രയും വേഗം ഞങ്ങൾക്ക് തരണം. ഇത്രയും നല്ല ക്ലാസ് എടുക്കുന്ന റിജി റഷീദ് ഡോക്ടർക്ക് വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഡോക്ടറുടെ അടുത്ത ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അതുപോലെ ഇന്നത്തെ ഈ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് താങ്ക് യു സ്പെഷ്യൽ ആയിട്ട് താങ്ക് യു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1939 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.